ഇന്നിവിടെ വന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പം നമുക്ക് നേരെ ദീർഘിപ്പിക്കുന്നില്ല, നേരെ എങ്ങോട്ട് കിടക്കാം, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണെന്നറിയാമോ? ഇപ്പോഴത്തെ കേരള ഗവർണറാണ് രാജേന്ദ്ര ആർലേക്കർ. പ്രസന്റ് ഗവർണർ ഓഫ് കേരള. ആൻസർ രാജേന്ദ്ര ആർലേക്കർ, അല്ലെങ്കിൽ രാജേന്ദ്ര ആർലേക്കർ ഇസ് ദ ഗവർണർ ഓഫ് കേരള. രാജേന്ദ്ര ആർലേക്കർ ഇസ് ദ ഗവർണർ ഓഫ് കേരള. അതുപോലെ പറയുകയാണ്, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് പൊടിക്കുഞ്ഞിനും അറിയാം. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയൻ. പ്രസന്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ആൻസർ പിണറായി വിജയൻ. പിണറായി വിജയൻ ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? VD സതീശനാണ്. ഡെപ്യൂട്ടി സ്പീക്കർ അല്ല, പ്രതിപക്ഷ നേതാവ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? VD സതീശനാണ്. പ്രസന്റ് ഒപ്പോസിഷൻ ലീഡർ ഓഫ് കേരള VD സതീശൻ. VD സതീശൻ ഇസ് ദ ഒപ്പോസിഷൻ ലീഡർ ഓഫ് കേരള. പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് കേട്ടോ, സ്പീക്കർ അല്ല, സ്പീക്കർ വേറെ ആളാണ് ഞാൻ പറയാം. പ്രസന്റ് സ്പീക്കർ ഓഫ് കേരള ആരാണ്? AN ഷംസീർ. AN ഷംസീർ ഈസ് ദ സ്പീക്കർ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? AN ഷംസീറാണ്. AN ഷംസീറാണ്. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാറാണ്. ചിറ്റയം ഗോപകുമാർ ഇസ് ദ ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് കേരള. ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് കേരള. അതുപോലെ തന്നെ കേരള നിയമസഭാ സ്പീക്കറുടെ ഔദ്യോഗിക വസതിയെക്കുറിച്ച് നമുക്കറിയാം. ഏതാണ്? നീതി. ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് സ്പീക്കർ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. ആൻസർ നീതി. അതുപോലെ തന്നെ കേരളത്തിലെ ഒപ്പോസിഷൻ ലീഡറുടെ ഔദ്യോഗിക വസതി ഏതാണ്? കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതി ഏതാണ്? കന്റോൺമെന്റ് ഹൗസ് ആണ്. കന്റോൺമെന്റ് ഹൗസ് ഈസ് ദ ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് കേരള ഒപ്പോസിഷൻ ലീഡർ. ഒപ്പോസിഷൻ ലീഡറുടെ ഔദ്യോഗിക വസതിയാണിത്, കന്റോൺമെന്റ് ഹൗസ്. അപ്പോൾ കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഏതാണ്? ക്ലിഫ് ഹൗസ്. ക്ലിഫ് ഹൗസ് ഈസ് ദ ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് കേരള ചീഫ് മിനിസ്റ്റർ. അതുപോലെ തന്നെ കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേട്ടോ. അലക്സാണ്ടർ തോമസ് ഈസ് the chairman of Kerala State National Human Rights Commission. അതുപോലെ തന്നെ കേരളത്തിലെ ഇപ്പോഴത്തെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാണ്? അഡ്വക്കേറ്റ് P. സതീദേവിയാണ് കേട്ടോ. P. സതീദേവി ഈസ് ദ ചെയർപേഴ്സൺ ഓഫ് കേരള വുമൻ കമ്മീഷൻ. കേരള വുമൻ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? P. സതീദേവിയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഇപ്പോഴത്തെ കൊച്ചി മെട്രോയുടെ മേധാവി ആരാണ്? ഇപ്പോഴത്തെ മേധാവി ആരാണ്? ലോക്നാഥ് ബെഹ്റയാണ്. ലോക്നാഥ് ബെഹ്റ ഈസ് ദ പ്രസന്റ് ഹെഡ് ഓഫ് കൊച്ചി മെട്രോ. കൊച്ചി മെട്രോയുടെ ഇപ്പോഴത്തെ മേധാവി ആരാണ്? ലോക്നാഥ് ബെഹ്റയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസേ പറഞ്ഞുള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷകൾ യൂസ്ഫുള്ളായ ക്വസ്റ്റ്യൻസാണ്. ഞാനിവിടെ വന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്, പ്രയോജനപ്പെടുന്നതാണ്. ഈ ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ചു വെച്ചാൽ ഇത് എവിടെ ഉപകാരപ്പെടും? ഏതെങ്കിലുമൊക്കെ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്.